സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 87-ാമത് എപ്പിസോഡിൽ കണ്ടസ്റ്റൻസിന് ലഭിച്ച മാർക്സ്, ആർക്കാണ് ഗോൾഡൻ സ്റ്റാർസ് ലഭിച്ചിട്ടുള്ളത്, ആരാണ് ഗസ്റ്റായി എത്തിയിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ എപ്പിസോഡിൽ മഹാഗുരു ചിത്ര ചേച്ചി എത്തിയിട്ടുണ്ട്. ഇന്ന് ഷോ ആങ്കർ ചെയ്യാനായി മിഥുൻ മാത്രമേ ഉള്ളൂ, വർഷ ഇല്ല. റോഡ് ടു ഫിനാലെ മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ പോയ ട്രാക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് സ്റ്റാർ സിംഗർ സീസൺ 10. അതിനായി 2 പുതിയ റൗണ്ടുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജെൻസി സോളോ റൗണ്ടും ജെൻസി ഡ്യുവറ്റ് റൗണ്ടുമാണുള്ളത്. 1997 to 2012 വരെയാണ് ജെൻസി കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലയളവിൽ ഇറങ്ങിയിട്ടുള്ള അടിപൊളി പാട്ടുകളാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടസ്റ്റൻസ് എല്ലാവരും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായി റെഡി ആയിരിക്കുകയാണ്. ടോസ് ഇടുമ്പോൾ ഇത്തവണ ടോസ് ലഭിച്ചത് കോൺവെന്റ് സ്കൂളിനാണ്. കോൺവെന്റ് സ്കൂൾ തന്നെ പാടാനായി തീരുമാനിച്ചു. ഇനി മത്സരങ്ങളിലേക്ക് കടക്കാം. ജെൻസി സോളോ റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത് വൈശാഖനാണ്. ചാർലി എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലെ ഗാനമാണ് വൈശാഖൻ പാടാനായി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒരു കരിമുകിലിനു ചിറകുകൾ നൽകിയ മിന്നലെ എന്ന വിജയ് പ്രകാശ് പാടിയ ഗാനമാണ് അതിമനോഹരമായി വൈശാഖൻ ആലപിച്ചത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തു വരുന്നൊരു സിംഗറാണ് വൈശാഖൻ. നല്ല പാട്ട് സെലക്ഷൻ ആയിരുന്നു. കേട്ടിരിക്കാൻ അതിമനോഹരമായ ഒരു ഗാനം. മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഈ ഗാനത്തിന് 99.5 മാർക്ക് നേടി വൈശാഖൻ. അടുത്തതായി സെമി ഫൈനൽസിലുള്ള ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും ഓരോ എപ്പിസോഡിൽ ഓരോ ചെറിയ വീഡിയോ പ്ലേ ചെയ്യും. അവരുടെ സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ റോഡ് ടു ഫിനാലെ യാത്രയെക്കുറിച്ചാണ് ആ വീഡിയോ. പ്രതിസന്ധികളെ തരണം ചെയ്ത് ഏറ്റവും പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്ന ശിവപ്രിയയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അടുത്തതായി ജെൻസി സോളോ റൗണ്ടിൽ പാടാനെത്തുന്നതും ശിവപ്രിയ തന്നെയാണ്. ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ ഗുരുകുലത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനമാണ് ശിവപ്രിയ പാടുന്നത്. ഏതു മഴയിലും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം മികച്ച രീതിയിൽ പാടി ശിവപ്രിയ. കഴിഞ്ഞ റൗണ്ട് വരെ ഹാട്രിക് ഗോൾഡൻ സ്റ്റാർ നേടിയ ശിവപ്രിയയ്ക്ക് ഈ പ്രകടനം ആവർത്തിക്കാനായില്ല. 99 മാർക്കാണ് ശിവപ്രിയ ഈ റൗണ്ടിൽ നേടിയത്. അടുത്തതായി പാടാനെത്തുന്നത് വിധുരാജാണ് ജെൻസി സോളോ റൗണ്ടിൽ. കോഹിന്നൂർ എന്ന ആസിഫ് അലി ചിത്രത്തിലെ ഗാനമാണ് വിധുരാജ് സെലക്ട് ചെയ്തിട്ടുള്ളത്. വിജയ് യേശുദാസ് പാടി സൂപ്പർ ഹിറ്റാക്കിയ ഹേമന്തമെൻ കൈക്കുമ്പിളിൽ എന്ന് തുടങ്ങുന്ന അതിമനോഹര ഗാനമാണ് വിധു പാടി അവതരിപ്പിക്കുന്നത്. പ്രേക്ഷകർക്ക് എന്നും ഓർമ്മിച്ചിരിക്കാവുന്ന തരത്തിൽ മനസ്സിലിടം നൽകുന്ന രീതിയിൽ തന്നെ വിധുരാജ് എല്ലാ ഫീലിങ്ങും ഉൾക്കൊണ്ടു തന്നെ പാടി. ഗോൾഡൻ സ്റ്റാറിൽ കുറഞ്ഞതൊന്നും ഈ പെർഫോമൻസിന് കൊടുക്കാനാവില്ലായിരുന്നു. ശരത് സുഗുണനാണ് വിധുരാജിൻ്റെ മെൻറ്റർ. വിധുവിൻ്റെ പാട്ട് കേൾക്കാൻ പ്രശസ്ത സിനിമാ താരം അൻസിബ ഹസനും എത്തിയിരുന്നു. ദൃശ്യം 3യുടെ പ്രൊമോഷനോടനുബന്ധിച്ചാണ് അൻസിബ എത്തിയിട്ടുള്ളത്. അൻസിബയ്ക്ക് വേണ്ടി ചിത്ര ചേച്ചി അതിമനോഹരമായൊരു തെലുങ്ക് ഗാനം ആലപിക്കുകയുണ്ടായി. സ്റ്റാർ സിംഗറിലെ എല്ലാ കണ്ടസ്റ്റൻസിനും മെൻറ്റേഴ്സിനും ജഡ്ജസിനും ആങ്കറിനും എല്ലാം പോപ്പി ബ്രാൻഡിൻ്റെ കുടകൾ സമ്മാനമായി നൽകി. ആദ്യം ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റൻ്റായ കൃഷ്ണശ്രീക്കാണ് നൽകിയത്, പിന്നീട് എല്ലാവർക്കും. ജെൻസി ഡ്യുവറ്റ് റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത് അർജുനും സൂര്യനാരായണനുമാണ്. സംഗമം എന്ന തമിഴ് ചിത്രത്തിലെ ശങ്കർ മഹാദേവൻ പാടിയ ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് മത്സരിച്ച് പാടുന്നത്. വരാഹ നദിക്കരയോരം എന്ന് തുടങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയത്. സ്റ്റാർ സിംഗർ പ്രേക്ഷകർക്ക് ഈ വർഷം ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കണ്ടസ്റ്റൻസ് ആണ് അർജുനും സൂര്യനാരായണനും. ചെറിയ ചില മിസ്റ്റേക്സും ഡിക്ഷൻ്റെ പ്രോബ്ലവും ഒക്കെ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും ലഭിച്ചത് 99 മാർക്ക് വീതമാണ്. അർജുൻ്റെ കോൺഫിഡൻസ് ചെറുതായി കുറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് സിത്താര സൂചിപ്പിക്കുകയുണ്ടായി. അർജുനും സൂര്യനും ശക്തമായ മത്സരത്തിലേക്ക് തിരിച്ചു വരണം. ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത് വിധുരാജിനെയാണ്. വിധുരാജിന് ഇന്ന് ഗോൾഡൻ സ്റ്റാർ ലഭിച്ചിരുന്നു. പെർഫോമേഴ്സ് ഓഫ് ദ വീക്കിന് ലഭിക്കുന്ന 25,000 രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കുന്നത് ശിവപ്രിയ, തീർത്ഥ, വിധുരാജ് എന്നിവർക്കാണ്. ഈ 2 എപ്പിസോഡുകളിലായി 3 ഗോൾഡൻ സ്റ്റാറുകൾ നേടിയിരുന്നു ഇവർ 3 പേരും. ഇന്നത്തെ ഗോൾഡൻ മൊമെന്റ് ഓഫ് ദ വീക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത് വിധുരാജിൻ്റെ ഹേമന്തമെൻ കൈക്കൊമ്പിളിലാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല വീഡിയോകൾക്കായി കാത്തിരിക്കൂ. താങ്ക് യു.